മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അജീഷ്, അദ്ദേഹത്തിന് ഈ സാധാരണ ഒരു കീഴ്വഴക്കം അനുസരിച്ച് വസതി നൽകാറുള്ളതാണല്ലോ ഈ സ്ഥാനമൊഴിയുന്ന ഉപരാഷ്ട്രപതിമാർക്ക്. ഇതുവരെ അദ്ദേഹത്തിന് അത് നൽകിയിട്ടില്ലല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? ഉന്മേഷ കഴിഞ്ഞ ജൂലൈ 21-നാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് രാജിവെച്ചത്. അതിനുശേഷം അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ തന്നെയായിരുന്നു. ഇന്നാണ് ഏതാണ്ട് 1 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പിന്നീട് പുറത്തിറങ്ങിയത്. അതായത് അദ്ദേഹം ആർമി ഹോസ്പിറ്റലിലുള്ള ദൗലഖാനിലുള്ള ആർമി ഹോസ്പിറ്റലിലെ ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ന് അതിനുശേഷം ആദ്യമായി പുറത്തിറങ്ങിയത്. ഇന്നലെ തന്നെയാണ് ചില വിവരങ്ങൾ, അദ്ദേഹം ഔദ്യോഗിക വസതി ഒഴിയുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് ഈ INLD-യുടെ അധ്യക്ഷനായിട്ടുള്ള അഭയ് സിംഗ് ചൌട്ടാലയുടെ ഫാം ഹൗസിലേക്കാണ് അദ്ദേഹം താമസം മാറ്റുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത്. അത് ഇരുവരും സുഹൃത്തുക്കളാണ്. അങ്ങനെ ഈ താമസ സ്ഥലം അത് അഭയ് സിംഗ് ചൌട്ടാല തന്നെയാണ് ധൻഖറിനെ ഓഫർ ചെയ്തത്, ആ സൗകര്യം നൽകാമെന്ന് പറഞ്ഞത്. തുടർന്നായിരുന്നു അങ്ങോട്ടേക്ക് മാറാൻ തീരുമാനിച്ചത്. ഇതിനിടയിൽ ഈ സെക്യൂരിറ്റി ഏജൻസികളോട് വീട് മാറുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചാണ് വിവരങ്ങൾ പുറത്തു വന്നത്. അതുവരെ അദ്ദേഹം വീടിന്റെ ഔദ്യോഗിക വസതിക്ക് പുറത്തിറങ്ങിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ സുദേശ് ധൻഖർ ഇടയ്ക്ക് രാജസ്ഥാനിലും മറ്റും പോയിട്ട് വന്നിരുന്നു. അദ്ദേഹം ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം പുറത്തു വന്നത്, കഴിഞ്ഞ ആഴ്ച അദ്ദേഹം രാജസ്ഥാനിലെ ഒരു മുൻ നിയമസഭാ അംഗം കൂടിയായിരുന്നു. 2 തവണ MLA ആയിരുന്നു. അവിടെ രാജസ്ഥാൻ സെക്രട്ടേറിയറ്റിൽ, ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം MLA പെൻഷന് വേണ്ടി വീണ്ടും അപേക്ഷിച്ചു എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിന് ശേഷമായിരിക്കും അദ്ദേഹം മുൻ ഉപരാഷ്ട്രപതി എന്ന നിലയിലുള്ള വസതി കേന്ദ്ര സർക്കാർ അനുവദിക്കുക. ശരി, അജീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.